ജർമ്മൻ A1 ലെവലിൽ ഒരു സെറ്റ്സിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും എന്നാണ് പറയുന്നത്. ഒരു സെറ്റ്സ് എപ്പോഴും തുടങ്ങുന്നത് സബ്ജക്റ്റിലും സെക്കൻഡ് ആയിട്ട് വരുന്നത് വെർബും ആയിരിക്കണം. ഇവിടെ ഇഷ് ലേണ് ഡോയിഷ്, ഐ ലേൺ ജർമ്മൻ. ഇവിടെ ഐ ആയിരിക്കും സബ്ജക്റ്റ്, ലേൺ എന്ന വെർബാണ് നമ്മൾ സബ്ജക്റ്റിനോട് കോൺജുഗേറ്റ് ചെയ്ത് എടുക്കുന്നത്. ഇഷ് ലേണ് ഡോയിഷ്, ഐ ലേൺ ജർമ്മൻ. സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് എന്നതായിരിക്കും ഒരു ഒബ്ജക്റ്റ് വരുമ്പോഴുള്ള ഫോർമാറ്റ്. ഇഷ് ഡ്രിങ്ക് കഫ, ഇവിടെ കഫെ എന്നുള്ളതായിരിക്കും ഒബ്ജക്റ്റ്, ഇഷ് എന്നായിരിക്കും സബ്ജക്റ്റ്, ഡ്രിങ്കൻ ചെയ്യുക അല്ലെങ്കിൽ കുടിക്കുക എന്നതായിരിക്കും വെർബ്. ഇഷ് ഡ്രിങ്ക് കഫ. പ്ലേസ് വരുമ്പോഴുള്ള ഫോർമാറ്റ് ആണ് സബ്ജക്റ്റ് വെർബ് പ്ലസ് പ്ലേസ് പറയുക. ഇഷ് ലേൺ ഇൻ ദർ ഷൂള, ഇവിടെ ഇൻ എന്നതൊരു വെക്സൽ പ്രപ്പോസിഷൻ ആണ്, ഞാൻ സ്കൂളിൽ പഠിക്കുന്നു. ഇഷ് ലേൺ ഇൻ ദർ ഷൂള. ഇവിടെ പ്ലേസ് എന്നുള്ളതാണ് ഇൻ ദർ ഷൂള എന്നതുകൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ടൈം. ഒരു ടൈം പീരീഡ് വരികയാണെങ്കിൽ അത് നമ്മളൊരു സെന്റൻസിന്റെ തേർഡ് പൊസിഷനിലായിരിക്കും നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ഇഷ് സ്റ്റേയ സീബൻ ഉവർ ഔഫ്, ഇവിടെ ഔഫ് സ്റ്റേൻ എന്നത് ഒരു ടെമ്പററി വെർബ് ആണ്, അതുകൊണ്ട് സ്റ്റേനെ കോൺജുഗേറ്റ് ചെയ്ത് ഔഫിന് ലാസ്റ്റ് ആയിരിക്കും എഴുതുന്നത്. ഐ ഗെറ്റ് അപ്പ് അറ്റ് 7 o'clock. ഒരു അഡ്ജക്റ്റീവ് വരുമ്പോഴുള്ള സെന്റൻസിന്റെ സ്ട്രക്ചർ ആണ് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് അഡ്ജക്റ്റീവ്. ദ സ്വെറ്റർ ഇസ് ദ ഷോൺ, ദ വെറ്റർ എന്നതായിരിക്കും ഇവിടുത്തെ സബ്ജക്റ്റ്, ഈസ് എന്നതാണ് വെർബ്, ഷോൺ എന്നതായിരിക്കും അഡ്ജക്റ്റീവ്. സബ്ജക്റ്റ് പ്ലസ് ഹാവ് ഓർ ബി പ്ലസ് നൗൺ. ഇഷ് ഹാബ ഐനൻ ഹുണ്ട്, ഇവിടെ ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ടാണ് ഐനൻ ഹുണ്ടിനെ നമ്മൾ എടുക്കുന്നുണ്ടാവുക. ഐ ഹാവ് എ ഡോഗ്, ഇവിടെ ഡോഗ് എന്നുള്ളത് അക്യൂസാറ്റീവ് കേസ് ആയിരിക്കും. ഒരു ക്വസ്റ്റ്യൻ വേർഡ് യൂസ് ചെയ്ത് ഒരു ജർമ്മൻ സെറ്റ്സ് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് വെർബ് പ്ലസ് സബ്ജക്റ്റ് എന്ന ഫോർമാറ്റ് ആയിട്ട് ആ സെറ്റ്സ് മാറും. അതായത് വോ വോൺസ് ടു ഡു, ഇവിടെ വോ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ വേർഡ് ആണ്, അതുകൊണ്ട് തന്നെ അതിനുശേഷം വെർബ് ആയിരിക്കും വരേണ്ടത്. നീ എവിടെയാണ് താമസിക്കുന്നത്. ഒരു ആഡ്വർബ് യൂസ് ചെയ്യുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ആഡ്വർബ് എന്ന ഫോർമാറ്റ് ആയിരിക്കും. ഇഷ് ലേൺ ഡോയിഷ് jeden ടാഗ്, ഞാൻ ജർമ്മൻ എല്ലാ ദിവസവും പഠിക്കും. ഇവിടെ ഇഷ് എന്നത് സബ്ജക്റ്റ് ആണ്, ലേൺ എന്നുള്ളത് വെർബ് ആണ്, ബാക്കിയുള്ളതിനെ നമ്മൾ അഡ്വർബ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. jeden ടാഗ് എന്നതായിരിക്കും അഡ്വർബ്. ഈ സെറ്റ്സുകളെല്ലാം കോമൺ ആയിട്ട് യൂസ് ചെയ്ത വേർഡ്സ് ആണ്. ഇഷ്, ഇഷ് എന്നാൽ ഞാൻ, ഇഷ് എപ്പോഴും സബ്ജക്റ്റ് ആയിട്ടായിരിക്കും വരുന്നത്. ദു എന്നാൽ നീ, ലേൺ പഠിക്കുന്നു, ഇതൊരു ക്രിയ അല്ലെങ്കിൽ ഒരു ആക്ഷൻ ആയിരിക്കും. ഡ്രിങ്ക് കുടിക്കുന്നു, ഒരു ആക്ഷൻ ആണ്. ബോണൻ ടു ലീവ് താമസിക്കുന്നു, ആക്ഷൻ ആയിരിക്കും. ഹാബൻ ഇസ്, ഹാബൻ ടു ഹാവ്, ഈസ് ടു ബി അല്ലെങ്കിൽ ഉണ്ട് എന്ന മീനിങ് ആയിരിക്കും. സം എക്സാമ്പിൾസ് ആണ്. ഇഷ്